സ്വാഗതം. മിത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ബിരിയാണി ചലഞ്ച് നടത്തുന്നു. മിത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എടക്കര 23-ന് ബിരിയാണി ചലഞ്ച് സീസൺ 3 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വന്തം ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്ന രോഗികൾക്ക് ആവശ്യമായ മരുന്നിനുള്ള പണം കണ്ടെത്തുന്നതിനാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. രൂപീകരിച്ച് 8 വർഷം പൂർത്തിയാക്കിയ ട്രസ്റ്റ് നിലവിൽ 50 രോഗികൾക്ക് മാസം തോറും ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നിനുള്ള പണം നൽകുന്നുണ്ട്. വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് സഹായം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തിലാണ് ട്രസ്റ്റിൻ്റെ ഭാഗമായത്. 50 രോഗികൾ മാസം തോറും അവർക്ക് ചികിത്സയ്ക്ക് പണം നൽകുന്ന ഒരു വർക്കാണ്, ഒരു പ്രവർത്തനമാണ് ട്രസ്റ്റ് ഏറ്റെടുത്തത്. അതോടൊപ്പം മറ്റ് ധാരാളം രോഗികൾക്കും സാന്ത്വനമേകുന്നതാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിന് ഇപ്പോഴും ധാരാളം രോഗികൾ അപേക്ഷകളുമായിട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് ലഭ്യമല്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 3ാമത് ബിരിയാണി ചലഞ്ച് സെപ്റ്റംബർ 23-ാം തീയതി ചൊവ്വാഴ്ച നടക്കുന്നു. ആ ബിരിയാണി ചലഞ്ചിൽ ലഭ്യമാകുന്ന തുക കൊണ്ടാണ് അടുത്ത നാളുകളിൽ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ശ്രമിക്കുന്ന ബഹുമാന്യരായ സുമനസ്സുകൾ ഓർമ്മിപ്പിക്കാനുള്ളത്, ബിരിയാണി ചലഞ്ചിൽ എല്ലാവരും ഭാഗവാക്കാകണം. നമ്മുടെ എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ ചൊവ്വാഴ്ച 11 മണി മുതൽ ഒരു ഓപ്പൺ കൗണ്ടർ അതിന് സജ്ജമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ അടക്കമുള്ള കുടുംബ സംഗമം അടക്കമുള്ള ധാരാളം പ്രവർത്തനങ്ങളും ഇത്തരം ട്രസ്റ്റ് ഇതിനോടകം ചെയ്തുകൊണ്ടിരിക്കും. ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് 3ാമത്തെ പ്രാവശ്യമാണ് ട്രസ്റ്റ് ബിരിയാണി ചലഞ്ചുമായിട്ട് പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത്. എല്ലാ സുമനസ്സുകളുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ട്രസ്റ്റ് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രസ്റ്റ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. പ്രസിഡന്റ് AK ജോസഫ്, ജനറൽ സെക്രട്ടറി CH സമീർ, ട്രഷറർ അർഷദ് ആരിഫ്, ആസിഫ് റഹ്മാൻ, TD ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടക്കര.